നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്ര ദർശനത്തിനിടെ ചിലരുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നത്. പ്രത്യേകിച്ചും ആ തിരുനടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ ചൈതന്യം തുളുമ്പുന്ന ആ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിങ്ങൽ വരികയും കണ്ണുനീർ ഒഴുകുകയും ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സങ്കടം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ഇതിന് പിന്നിലുള്ളത്? യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ആത്മീയ അനുഭവമാണ്. ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തെയാണ് ഈ കണ്ണുനീർ സൂചിപ്പിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹംഭാവമെല്ലാം അലിഞ്ഞില്ലാതാകുന്നു. ആ വലിയ ചൈതന്യത്തിനു മുന്നിൽ നമ്മൾ വെറും നിസ്സാരരാണെന്ന ബോധ്യം ഉപബോധ മനസ്സിലുണ്ടാകുമ്പോഴാണ് വാക്കുകൾക്ക് അതീതമായ ഈ വികാരം കണ്ണുനീരായി പുറത്തുവരുന്നത്. ഇതിനെ ഭക്തിശാസ്ത്രത്തിൽ ആനന്ദാശ്രു എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ഭാരങ്ങളും പരാതികളുമെല്ലാം ആ നടയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ മനസ്സ് ഭാരമില്ലാത്തതാകുന്നു. ഒരു കുട്ടി അമ്മയുടെ അരികിലെത്തുമ്പോൾ അനുഭവിക്കുന്ന ആ സുരക്ഷിത ബോധം ഭക്തന് ക്ഷേത്രനടയിൽ ലഭിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ ചില വശങ്ങൾ കൂടിയുണ്ട്. ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പോസിറ്റീവ് ഊർജം കേന്ദ്രീകരിച്ചിട്ടുള്ള ഇടങ്ങളിലാണ്. അവിടുത്തെ മന്ത്രോച്ചാരണങ്ങളും ചന്ദനത്തിരിയുടെയും നെയ്വിളക്കിന്റെയും സുഗന്ധവുമെല്ലാം നമ്മുടെ മസ്തിഷ്കത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന ഒരാൾ ഇത്തരമൊരു അന്തരീക്ഷത്തിലെത്തുമ്പോൾ അറിയാതെ തന്നെ അവരുടെ മനസ്സ് ശാന്തമാവുകയും ഉള്ളിലെ വികാരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും. ഇത് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. പഴയ ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ കഴുകിക്കളയുന്ന ഒന്നായി ആത്മീയമായി ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, ക്ഷേത്രത്തിൽ വെച്ച് കണ്ണു നിറഞ്ഞാൽ അതോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സ് അത്രമേൽ ശുദ്ധമാണെന്നും ഈശ്വര ചൈതന്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്നതിന്റെ ഒരു അടയാളം കൂടിയാണിത്. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.